ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഞാനിന്ന് കൂവയുടെ പണിയിലാണ്. അപ്പോൾ കുറച്ച് കൂവ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കൊണ്ടൊന്ന് കാണിക്കാൻ വിചാരിച്ചു. കൂവയുടെ പണി നല്ല പണിയുണ്ട് കേട്ടോ. ഇത് നമ്മൾ വിത്താണ് കളയണത്. വിത്തൊന്നും എടുക്കൂല, ഈ കട മാത്രം നമ്മൾ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ കേട്ടോ കഴുകി എടുക്കേണ്ടത്. തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലോണം കളഞ്ഞ് ഇങ്ങനെ കഴുകി എടുക്കണം. മണ്ണൊന്നും പാടില്ല, നല്ല ക്ലിയർ ആയിരിക്കണം. കുറച്ച് തൊലിയൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല, നമ്മൾ കഴുകുമ്പോൾ അത് ശരിയായിക്കോളും. ഇതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇത് നീലക്കൂവയാണ് കേട്ടോ. ഇത് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണം. അടിച്ചെടുത്തതാണ് ഇത്. അപ്പോൾ അടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കലത്തിയിൽ ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം കഴുകി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ഇതുപോലെ വെള്ളം ഒഴിച്ച് കഴുകി എടുക്കുക. ഇങ്ങനെ കഴുകുമ്പോൾ പൊടി നല്ലോണം പോരും. കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. ഒട്ടും പൊടി ഇതിൽ ഇരിക്കരുത്. ഇതുപോലെ അഴിച്ച് മാറ്റാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടാ ഇതുപോലെയാണ് എടുക്കേണ്ടത്. നമ്മൾ എടുത്തുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഇതിപ്പോൾ നല്ലോണം തെളിഞ്ഞ് വരണം. ഒരു 5 മണിക്കൂർ നമ്മളിത് എടുത്ത് മാറ്റി വെക്കണം. അങ്ങനെ മാറ്റി വെച്ചിട്ട് 2 ദിവസം മുമ്പ് എടുത്ത് വെച്ച പൊടിയാണിത്. ഇത് ഇന്നലെ എടുത്ത് വെച്ചതാണ്. ഇതിൻ്റെ അടിയിൽ ഇനിയും നമുക്ക് ഊറ്റിയെടുക്കാനുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഊറ്റി കളയണം. കളഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിച്ചിട്ട് കലക്കി വെക്കണം. അങ്ങനെ 2-3 ദിവസം നമ്മളത് ചെയ്യണം. 5 മണിക്കൂർ ഇടവിട്ട് ചെയ്യണം. അങ്ങനെ എടുത്ത് വെച്ച പൊടിയാണിത്. നമുക്ക് ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ട്. നല്ല പണിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ട്. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി.